ഇവിടുത്തെ ലുട്ടാപ്പിയാണിത്. ചിക്കൻ ചിക്കൻ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വിഷയം അഥവാ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്നുള്ള ആ റെസിപ്പി പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മ ഒരുപാട് രീതിയിൽ വെക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ വറുത്തരച്ച രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്, പക്ഷെ അത് വറുത്തരച്ചതല്ല. മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പൊ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പറയും ഇത് ഗരം മസാല. അമ്മയ്ക്ക് മടി. പിന്നെ ഗരം മസാല ഇട്ടു. അടുത്തത് ചിക്കൻ മസാല. ചിക്കൻ മസാല. ഗരം മസാല ഇട്ടില്ലേ? ഓക്കെ. മഞ്ഞള്. അടുത്തത് മഞ്ഞള്, മഞ്ഞപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടിപ്പെടുന്നില്ല, വറുത്തിട്ട്. ഓക്കെ ഓക്കെ. ഇത് അമ്മന്റെ ഒരു രീതിയിലുള്ള ചിക്കൻ കറിയാണ്. വീഡിയോ ഒന്ന് അങ്ങോട്ട് പിടിക്കും. ആ കുഴക്കുന്ന മുഖം കണ്ടിട്ട് ഇത് ശരിക്കില്ലേ? ഇത് ശരിക്കും സ്ട്രോങ് മുളക് പൊടിയാ. കള്ളം വന്നാ മോത്തറിയ കള്ളം പറയും. ഇത് സംഘടിപ്പിച്ച കുറേ എരിവുള്ള മുളക് സംഘടിപ്പിച്ചിട്ട് അവളെ എവിടുന്ന ഞങ്ങൾ വരില്ല. അത് എരിവ് കൂടുതലാ. അത് ഭയങ്കര അടുത്തതായിട്ട് ഉപ്പും കൂടി ചേർത്തിരിക്കുന്നു. പിന്നെ ആ ഡാൻസ് ഒന്നും കാണിച്ചൂടെ? ഞാൻ നിന്റെ ആപ്പിള്, മുന്തിരി, പൈനാപ്പിൾ എല്ലാം കുടിച്ചില്ലേ? ഡാൻസ് ഒന്ന് കാണിച്ചോളൂ. എന്റെ മരുന്ന് മൊത്തം കുടിച്ചു. ആ പാട്ടാണത്. ഫ്രണ്ട്സാണ് കേട്ടോ അത്. ഒന്ന് മൂടി വെക്കുന്നു. വെല്ലുള്ളി, പുതിന, സവാള, വെളുത്തുള്ളി, പിന്നെ മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി, ഈ വക സാധനങ്ങളെല്ലാം അരച്ചെടുക്കാൻ പോവാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി. ഒന്ന് മാറടാ. അതിന്റെ മുകളിൽ കൈവെക്കുന്ന സ്വഭാവം നിർത്താൻ. ഇവിടുത്തെ ലുട്ടാപ്പിയാണിത്. ആരാ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവനറിയാ. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നടാ? ചിക്കന്റെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള്? കറിയാണോ ഫ്രൈ ആണോ എന്താ ഉണ്ടാക്കാൻ പോന്നെ? ചിക്കൻ കറി പറയും. കറിയുമോ? ചിക്കൻ കറി. എനിക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് കറിയോ എന്താണോ ചിക്കൻ. ലുട്ടാപ്പി തന്നെ. അപ്പം എന്താ നമ്മൾ ഒഴിക്കുന്നത്? ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, കാരണം വെളിച്ചെണ്ണയ്ക്ക് നല്ല ഗോൾഡിന്റെ വെള്ളയാണ്. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. That's it. കടുക്. എണ്ണ ചൂടായിട്ടില്ല.
ഇത് കഴുകി വെച്ചിട്ടാണ് കറുത്ത് പോയി. കഴുകി വെച്ച പോയി. അമ്മ ഏതാ ഇതിപ്പോ കരിയേ കവറിൽ കറിവേപ്പില. എല്ലാം കൂടി ഇട്ടടിച്ചതാ. ഇതിങ്ങനെയാക്കുമ്പോ എന്താ വെച്ചാൽ കറക്റ്റ് വറുത്തരച്ച കറിന്റെ ഒരു രുചി വരുമല്ലോ. അന്നത്തെ കറി നല്ലത് ഇത് ഇളക്കട്ടെ. ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യാ. ഞാൻ ഈ തക്കാളി ഉള്ളി തക്കാളി അങ്ങനെ ഞാൻ ആദ്യം ചെയ്തു. വറുത്തിട്ട് ഞാൻ നല്ല വഴറ്റി എടുത്തിട്ട് മിക്സിയിൽ അടിക്കുന്നത്. ആ അങ്ങനെ ചെയ്യാം. അത് വേറൊരു ടേസ്റ്റ് ആണ്. അതിന് വേറെ ടേസ്റ്റ്, വേറെ ഒരു രസം അങ്ങനെയും വേണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതായിട്ടന്നെ മുളക് പൊടി ഇടും. അത് തന്നെ. ഇതിപ്പോ ഇതിലേക്ക് മുളക് പൊടിയും മസാലയൊക്കെ ഐറ്റം ഇടും. ഇതിൽ ഈ എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഇതാക്കിട്ട് ഇങ്ങനെ. ഇതാകുമ്പോ എന്താണോ കറക്കി മറ്റേത് എന്താ വെച്ചാല് മറ്റേത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ എണ്ണയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ വേറെ എണ്ണേന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ചിക്കൻ നല്ലോണം എന്നാലും വേണ്ടേ കുറച്ച് എണ്ണ ഒഴിക്കണ്ടേ? അല്ല, അതിൽ തന്നെ എണ്ണ ഇറങ്ങി വരുമല്ലോ അത് അടിച്ചിട്ട് ഇതാക്കുമ്പോ. പിന്നെ അതിനകത്തേക്ക് പിന്നെ ചിക്കനും ആ നെയ്യൊക്കെ ഉള്ളതും കൊണ്ട് ചിക്കനും അതിന്റേതായ ഒരു എണ്ണ ഇറങ്ങി വരും. കാശ്മീരി ചില്ലി, സാധാ മുളക് പൊടി കുറച്ചിട്ടാ മതി. കാശ്മീരി ചില്ലി പച്ചമുളക് ഇട്ടതാ, അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണേ വറുത്ത്. കുറച്ച് മാറി തെറുക്കി അങ്ങോട്ട് കൈന്റെ മുട്ട് പറയുമ്പോ നമുക്ക് ഈ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ എന്താ പത്തിരിയൊക്കെ അരി കുറച്ച് കോഴിയൊക്കെ ഉണ്ടാക്കി പാർട്സ് വേറെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ഒരു വണ്ടിയിൽ കച്ചവടം. അതെ. ആയിട്ടില്ല. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ സോറി നാവ് വഴങ്ങുന്നില്ല, ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാണ്. അങ്ങനെ ചിക്കൻ ചേർത്തോ. ഇനി നന്നായിട്ടൊന്ന് അതിനകത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. പറഞ്ഞിട്ടില്ല, ഞാൻ വേറെ നിന്നെ വിളിക്കുന്നില്ല. വരുന്നുണ്ട് മണടിച്ചിട്ടേ സഹിക്കാൻ പറ്റാതെ വന്നതാ. അവിടെ എന്തോ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ, തുടങ്ങി കരച്ചില്. വണ്ടീന്റെ പേരും പറഞ്ഞ വണ്ടി അങ്ങോട്ട് കാണാണ്ടായോ എന്തോ ആണ്. മണടിച്ചപ്പോണേ അപ്പോഴാണ് മണടിച്ചത്. അതെ, അതെന്താ ശ്വാസം വലിക്കലുണ്ടല്ലോ, ആ ശ്വാസം വലിക്കൽ ഇത് വന്നിട്ടില്ല. അതെ അതെ, ഇതാ കൂടെ കേറി കേറി. അതിലേക്ക് വീഴണ്ടപ്പോ ആയിട്ടില്ലത്. ഇല്ല, കറിവേപ്പിലിട്ട് കറിവേപ്പിലിട്ട് അത് എന്നോട് പറഞ്ഞില്ല. എന്ത് പറയാനാ നേരിട്ട്. അല്ല, ഇതില് പറയണം.
തിളക്കട്ടെ. ഇനി തിളക്കട്ടെ. ബൈ 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 ബൈ. ബൈ പറയാനായിട്ടില്ല. അപ്പം നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. വെള്ളം കൂടി വേണം. പണികൾ വന്നിട്ട് അവിടെ നിന്ന് 4 5 അവിടെ നിന്ന് നിൽക്കി അത് കുടിച്ചിട്ട് കൊണ്ടുവരുന്നത് 10 രൂപയുള്ളൂ. ഞാൻ ഒരു ദിവസം ഇവിടെ 10 രൂപ തൈര് കൊടുത്തിരുന്നത്. അന്ന് ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്ക് തോന്നി കവക്കെട്ട് വരും പേടിച്ചിട്ട് ഞാൻ വേണ്ട പറഞ്ഞത്. അത് 10 രൂപേൻ്റെ ഒന്ന് വാങ്ങിയാൽ ഞങ്ങൾക്ക് ധാരാളം മതി. ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ, പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ ധാരാളം. അതുപോലെ തന്നെ ഉണ്ട് 10 രൂപയ്ക്ക് യോഗട്ട് കിട്ടും. അത് ഹാറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണത്. ആ സാധനം നല്ല സാധനമല്ല. പോയിട്ട് മണിക്കൂർ വന്നായി. വെള്ളപ്പം കൊറേ ഉണ്ടല്ലോ. അപ്പം മോന് നല്ലൊരു ചിക്കൻ പീസ് നോക്കിയിട്ട് കൊടുക്കും. അതെ. അപ്പോൾ അടുത്തത് എൻ്റെ ഊഴം. വിശന്നിട്ട് എനിക്ക് വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും തിന്നിട്ടുണ്ട്. അപ്പം അവൻ്റെ ആ ചോറിൽ തന്നെ ഞാനും എൻ്റെ ചോറ് അങ്ങോട്ടിട്ട് കഴിക്കുക കേട്ടോ. നല്ല വറുത്തരച്ച ചിക്കൻ കറി പോലത്തെ ഒരു കറിയാണ്. വറുത്തരച്ചുണ്ടാക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ അമ്മേൻ്റെ സാധാരണ ചിക്കൻ ഉണ്ടാക്കൽ വേറെ ഉണ്ട്. അത് വേറൊരു വീഡിയോയിലിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ.